നമസ്കാരം. ഒരു നല്ലൊരു കീറ്റോജനിക് ഡയറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്സലൻ്റ് റെസിപ്പിയാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് അതിൻ്റെ ഒരു ആവശ്യകത ഏറെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടേത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അത്രയ്ക്ക് അതുപോലെ നല്ല എക്സലൻ്റ് ടേസ്റ്റുമാണ്. ഇത് ഒരു ഫിഷ് റെസിപ്പിയാണിത്. നമ്മുടെ അയല വെച്ചിട്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നോക്കിയപ്പം ഇതൊരു ആൻറ്റി ക്യാൻസർ തെറാപ്പിയും കൂടെയാണ്. അതോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഫാറ്റി ലിവർ കുറയാൻ ഒക്കെ ഇത്രയും നല്ല ഒരു റെസിപ്പി. സത്യം പറഞ്ഞാൽ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ടു മേക്കാണ്. ഒരു പ്രയാസവും ഇല്ല ഉണ്ടാക്കാൻ. നമ്മളിപ്പം മീൻ വറുക്കില്ലേ, മീൻ വറുക്കാന്ന് പറഞ്ഞത് ഞാൻ യൂഷ്വലി എണ്ണയിൽ മുക്കി പൊരിക്കത്തില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചേർക്കുന്ന ഈ അരപ്പാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ മുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് ജീരകം, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെയാണല്ലോ സാധാരണ നമ്മളൊരു വറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചേരുവ. പക്ഷേ ഇതിന് കുറച്ച് വ്യത്യസ്തമായ ഒരു ചേരുവയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങുന്നതെന്ന് നോക്കണം. ഇത് വളരെ സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ തന്നെയാണ്, എങ്കിലും ചില വ്യത്യാസങ്ങൾ മാത്രം. ഏറ്റവും പ്രധാനമായിട്ട് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ഉണ്ടോ, മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില വെച്ച് മീൻ വറുക്കാമല്ലോ എന്നിപ്പോൾ നിങ്ങൾ ആലോചിക്കുകയല്ലേ, മീൻ വറുക്കുന്ന ഇത്രയും നാൾ മുരിങ്ങയില വെച്ചിട്ട് മീൻ വറുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇപ്പം മുരിങ്ങയില നമുക്ക് മീൻ വറുക്കുന്നതിനും ചേർക്കാം. അതോടൊപ്പം കറിവേപ്പില പിന്നെ എല്ലാവരും ചേർക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഈ പച്ചക്കുരുമുളകാണ്. ഇതിപ്പോൾ ഇല്ലാത്തവർക്ക് ഉണങ്ങിയ കുരുമുളക് തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ മറ്റൊന്ന് തക്കാളിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് നമ്മുടെ തക്കാളി. പിന്നെ വെളുത്തുള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ചേരുവ. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിപ്പം ഇതുപോലെയുള്ള 2 അയലയാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുക്കണം. ഒരു തക്കാളി മതിയാവും. പിന്നെ ഒരു കൈപ്പിടി മുരിങ്ങയില, ഇതുപോലെ ഒരു നന്നായിട്ട് മൂത്ത പച്ചക്കുരുമുളകാണെങ്കിൽ ഒരു ഇത് മതിയാവും, ഒരു പീസ് മതിയാവും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി എടുക്കാം, വെർജിൻ ഓയിൽ ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില ഒരു പിടി കറിവേപ്പിലയും ചേർക്കാം. ഇത്രയുമാണ് ചേരുവ. നമുക്ക് ഇത് എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ അരപ്പ്. അപ്പോൾ ഈ അരപ്പ് നമുക്കിതിൽ പുരട്ടാം. നേരത്തെ കുറച്ച് അരപ്പ് ഇതിനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ടേസ്റ്റ് വരാൻ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ശകലം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വേണമെങ്കിൽ ലേശം അരിപ്പൊടിയോ ഇച്ചിരി കോൺഫ്ലവറോ ഇതിനോടൊപ്പം ചേർക്കുന്നത് നല്ലതായിരിക്കും. കോൺഫ്ലവർ ശകലം അത് വിട്ടുപോയതായിരുന്നു, കോൺഫ്ലവർ ചേർക്കണമെന്നുള്ളത്. കോൺഫ്ലവർ ചേർത്താൽ നന്നായിട്ടത് കോട്ടിങ് നന്നായിട്ട് പിടിച്ചിരിക്കും. ലേശം നമ്മൾ ഒരു കോട്ടിങ് കൊടുത്താൽ മതി വെർജിൻ ഓയിൽ വെച്ചിട്ട്.
ഇതിൻ്റെ ചേരുവയ്ക്ക് അടിപൊളി മണം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഷാലോ ഫ്രൈ ആണ്. അതായത് മീൻ കൂടുതലായിട്ട് ഫ്രൈ ആയിപ്പോയാൽ അതിൻ്റെ പോഷകങ്ങൾ കുറവാകും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പരുവത്തിനെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ക്യാൻസറിനെ തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, പല ടെസ്റ്റുകളിലൂടെ പെട്ടെന്ന് അറിയാൻ പറ്റും. ക്യാൻസർ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ ഒരു പീരിയോഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നവർക്ക് പോലും ഒരു കുഴപ്പമില്ലാതെ ഓൾ ഓൺ എ സഡൻ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ക്യാൻസർ നമ്മൾ അറിയാതെ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളും പഴയത് പോയി പുതിയത് വരികയാണ്. 6 മാസത്തിനകം ഒരു പുതിയ മനുഷ്യനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും മാറി വരും. അങ്ങനെ വരുമ്പം ഈ ഒരു പ്രോസസ്സ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ സെൽ, പഴയത് പോയി പുതിയത് വരുന്നു. ഈ ഒരു പ്രോസസ്സിൽ എപ്പോഴും അബ്നോർമൽ സെൽസ് ഉണ്ടാവും. ഈ അബ്നോർമൽ സെൽസാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അബ്നോർമൽ സെൽസാണ് ക്യാൻസറായി മാറുന്നത്. അതായത് നമ്മുടെ ഈ കുഴപ്പം പിടിച്ച കോശങ്ങൾ അനിയന്ത്രിതമായി അങ്ങ് വളർന്ന് പെറ്റുപെരുകും. അപ്പോൾ അതിനൊരു ഫങ്ഷനും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് 2 തരമുണ്ട്, ബിനൈനും ഉണ്ട്, മലിഗ്നൻറ്റും ഉണ്ട്. അപ്പോൾ ബിനൈൻ എന്ന് പറയുന്നത് ചില മുഴകൾ, നമ്മൾ സെബേഷ്യസ് സിസ്റ്റ് ആവട്ടെ, ലൈപ്പോമ ആവട്ടെ, അങ്ങനെ അവിടെ ഇപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസിൽ അതിലൊരു ഫൈബ്രോയിഡ് ഒരു മുഴ, അതുപോലെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ ചെസ്റ്റ്, ബ്രസ്റ്റ്, ഇവയൊക്കെ ബിനൈനാണ്, അത് പേടിക്കാനില്ല. എന്നാൽ മലിഗ്നൻറ്റ് ട്യൂമേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മലിഗ്നൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് മറ്റുള്ള അവയവങ്ങളും കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ സെൽസ്, എല്ലാവർക്കും ക്യാൻസർ സെൽസ് എല്ലാ ദിവസവും എല്ലാ നിമിഷവും വരുന്നുണ്ട്, പക്ഷേ ചിലർക്ക് അത് ഉടനെ തന്നെ അത് മലിഗ്നൻ്റായി മാറുന്നു. അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായി 3 ആണ്. ഒന്ന്, നമ്മൾ ഈ കൂടുതലായിട്ട് ഓക്സിജൻ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ക്യാൻസർ കോശങ്ങൾ വളരുന്നത്. ഹൈപ്പോക്സിയ എന്ന് പറയും. ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്ക് അവിടെയാണ് നമ്മുടെ പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ്റെയൊക്കെ ആവശ്യം. ശരീരത്തിൽ എല്ലാ കോശങ്ങളിലും ഓക്സിജൻ നന്നായിട്ട് കിട്ടണം. അതുപോലെ വ്യായാമം ചെയ്യുന്ന സമയത്താണ് നന്നായിട്ട് ഓക്സിജൻ കിട്ടുന്നത് ഓരോ കോശങ്ങളിലും. അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഒരു ലഭ്യത കുറവ് കൊണ്ട് ക്യാൻസർ കോശങ്ങൾക്ക് ഓക്സിജൻ വേണ്ട, ഓക്സിജൻ വളരെ കുറച്ച് മതി. ഹൈപ്പോക്സിയാണ് ഇഷ്ടം. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറവ്. അപ്പം നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുകയും മെഡിറ്റേഷനും റിലാക്സേഷനും യോഗയും ഇവയൊക്കെ നന്നായിട്ട് ചെയ്യണം. പ്രാണായാമം ഏറ്റവും നല്ലതാണ്. കപാൽഭാതി ഇവയൊക്കെ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഓക്സിജൻ കയറിപ്പോവും. പിന്നെ അതുപോലെ ആവശ്യത്തിന് നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഇങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജൻ കുറയുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാതെ ഇരിക്കണം. നന്നായിട്ട് ഓക്സിജൻ കിട്ടണം നമ്മുടെ ഓരോ കോശങ്ങളിലും. ഓക്സിജൻ കൂടുതൽ കിട്ടിയാൽ ഈ ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകും. രണ്ടാമത് ആസിഡ് ആൽക്കലി ബാലൻസ് ആണ്. ആസിഡിക് മീഡിയം ശരീരത്തിലുണ്ടെങ്കിൽ ക്യാൻസർ കോശങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതായത് ബ്ലഡ് pH വാല്യൂ എന്ന് പറയുന്ന ഒരു 6.5 മുകളിൽ തന്നെ നിൽക്കണം, 7 തന്നെ നിൽക്കണം. ആ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരത്തില്ല. അസിഡിക് മീഡിയത്തിലാണ് ക്യാൻസർ കോശങ്ങൾ വളരുന്നത്. അത് ഓൾവേസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബേസ് ചെയ്തായിരിക്കുന്നത്. നമ്മുടെ ആൽക്കലൈൻ pH വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓൾമോസ്റ്റ് ആൽക്കലൈൻ ആയിരിക്കണം. ഇപ്പം ചെറുനാരങ്ങ ഏറ്റവും നല്ല ആൽക്കലൈനാണ്. അത് സിട്രിക് ആസിഡാണ് അതിനകത്തിരിക്കുന്നതെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് അത് സ്പ്ലിറ്റപ്പായി അത് ദഹിച്ച് അത് ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ആൽക്കലൈൻ മീഡിയം നമ്മുടെ ബ്ലഡിന് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആൽക്കലൈനാണ്. അതുകൊണ്ടാണ് അതൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് വലുതായിട്ട് ഈ കുഴപ്പങ്ങൾ വരാത്തത്. അതേസമയം നമ്മൾ കഴിക്കുന്ന നോൺ വെജ് പ്രിപ്പറേഷൻസ് ആവട്ടെ, കുക്ക് ചെയ്ത ഭക്ഷണങ്ങളാവട്ടെ ഓൾമോസ്റ്റ് അസിഡിക്കാണ്. അപ്പോൾ അതുകൊണ്ട്
കഴിയുന്നതും എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളും തന്നെയാണ്. നട്ട്സ്, സീഡ്സ്, ഞാൻ എപ്പോഴും പറയില്ലേ, ഇലക്കറികൾ, ഇതൊക്കെ ശരീരത്തിനകത്ത് ഒത്തിരി ആൻറ്റി ക്യാൻസറസ് എഫക്റ്റ് കൊടുക്കുന്നതാണ്, ഈ ആൻറ്റി ഓക്സിഡൻസ്. പിന്നെ മൂന്നാമതുള്ളത് ഗ്ലൂക്കോസ് മീഡിയം. ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലും ഉണ്ടെങ്കിൽ 100% ഈ ക്യാൻസർ വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് കൂടുതലായി കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയും റിഫൈൻ ഫുഡ്സും അമിതമായിട്ടുള്ള ഗ്ലൂക്കോസും ചോക്ലേറ്റ്സും പഞ്ചസാരയും ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. മൊത്തത്തിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആവട്ടെ, ഈ പറയുന്ന ഷുഗർ കണ്ടൻ്റ് ആവട്ടെ ഉള്ള ആഹാര സാധനങ്ങൾ ഒന്ന് കുറച്ച് വയ്ക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അതിന് പകരം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കടല, പയർ, മീൻ, അതുപോലെ മീനും ഇറച്ചിയും മുട്ടയും ആസിഡിക് ആണെങ്കിലും നമ്മുടെ ശരീരത്തിനേറെ രോഗപ്രതിരോധ ശേഷി കിട്ടാനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മാത്രമായിട്ട് പോകുമ്പോഴാണ് ഇഷ്യൂ ആവുന്നത്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കിയതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആവട്ടെ എല്ലാം തന്നെയും ഒമേഗ-3 ഫാറ്റി ആസിഡ് അബ്സല്യൂട്ട്ലി ആൻറ്റി ക്യാൻസറസ് ആണ്. അതാണ്, ആ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒമേഗ-3 ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ് അയല മാക്രൽ എന്ന് പറയും, അയല. അതോടൊപ്പം തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ ഹൈലി ആൻറ്റി ക്യാൻസറസ് ആണ്, ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്. അതുപോലെ വെളുത്തുള്ളി ഏറ്റവും നല്ല ആൻറ്റി ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ 2 തരം ഇലകൾ, കറിവേപ്പിലയും നമ്മുടെ മുരിങ്ങ ഇലയും, ഏറ്റവും എല്ലാ അർത്ഥത്തിലും ഇത് ഏറ്റവും ഒരു എന്താ പറയുക, ഒരു ഫുൾ മീൽ ബൈ ഇറ്റ് സെൽഫ് തന്നെയാണ്. നമുക്കിപ്പം ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാൻ പാകത്തിലാണിത്. കാരണം എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതിനൊക്കെ മുകളിലായിട്ട് ഏറ്റവും അലങ്കാരമായിട്ട് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിലും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും നല്ല ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, തയ്യാറാക്കി നോക്കുക. അതുപോലെ ഈ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ലേശം ചേർത്തൊന്ന് കുഴച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കോട്ടിങ് ഇരിക്കും. അതല്ല എങ്കിൽ കുറച്ച് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് അരച്ചിട്ട് കോൺഫ്ലവർ ചേർത്തിട്ട് കോട്ട് ചെയ്താൽ മതി. കോട്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ, അല്ലാതെ എണ്ണയിലിട്ട് മുക്കി പൊരിക്കാനേ പാടില്ല. അതങ്ങനെ ഈവൻ അതർവൈസ് അതത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് പ്രോസസ്സേ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്യുക. ഷാലോ ഫ്രൈ ചെയ്ത് തന്നെ വേണം ഈ ഇങ്ങനെയുള്ള, നിങ്ങൾക്ക് കൊതിയാണെങ്കിൽ പിന്നെ ഏലക്കകത്ത് വെച്ചിട്ട് പൊള്ളിക്കുക, അത് വളരെ നല്ലതാണ്. ഇലക്കകത്ത് ഇത് കവർ ചെയ്തിട്ട് വെച്ചിട്ട് വാഴയിലയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടായതുകൊണ്ട് ഞാനൊന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ ചൂട് പോയിട്ടുണ്ട്, ഒന്ന് കഴിച്ച് നോക്കാം. എക്സലൻറ്റ് ടേസ്റ്റാണ്, നല്ല മണവും നല്ല രുചിയും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.